ഈശ്വരായിട്ട് സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഗത്സമൻ തോട്ടത്തില് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഈശോ പറയുകയാണ്, ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി അവൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയാണ്. അവിടെ വളരെ തീക്ഷ്ണതയോടെ ഈശോ പ്രാർത്ഥിക്കുന്നു. രക്തത്തുള്ളികള് വിയർപ്പ് പോലെ നിലത്ത് വീണു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം ടെൻഷൻ അടിച്ച്, അത്രമാത്രം തീക്ഷ്ണതയോട് കൂടിയിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവവുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം, ഒരു അകലം പാലിക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകളിൽ നിന്നും, ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും, എൻ്റെ ജോലി സ്ഥലത്ത് നിന്നും, അല്ലെങ്കിൽ അവിടെയുള്ള ടെൻഷനുകളിൽ നിന്നും അതിനെല്ലാം ഒരു കല്ലേറ് ദൂരത്തിൽ മാറ്റി നിർത്തി ഞാനും ദൈവവും മാത്രമായിരിക്കുന്ന ഒരു സ്പേസിലേക്ക് എൻ്റെ പ്രാർത്ഥനയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വെല്ലുവിളി. അവിടെ പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ഒരു കല്ലേറ് ദൂരം, ഒരു അകലം പാലിച്ച് ഈശോ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഈശോ പറയുകയാണ്, പിതാവേ, എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോ അവിടെ സുവിശേഷം പറയുകയാണ്, അവിടെ ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് ദൈവം ഒരു മാലാഖയെ അയക്കുന്നു എന്ന് പറയുകയാണ്. ഒരു പക്ഷേ ദൈവത്തിന്റെ ഹിതം നിറവേറാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സഹായം നമ്മളോട് കൂടെ എന്നും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകിയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് മറ്റുള്ളവരിൽ നിന്നും ഒരു അകലം പാലിക്കാനും, അതുപോലെ തന്നെ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറാനുമുള്ള, നിറവേറ്റപ്പെടുവാനുമുള്ള ഒരു നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം എല്ലാവരെയും